പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഓഗസ്റ്റ് മാസം 31-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണിത്. സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. താങ്ക് യു ലോർഡ്. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അമ്മേ, നമ്മളെ കർത്താവ് ഇന്ന് രാവിലെ എഴുന്നേൽപ്പിച്ചത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മളെ നിർത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ആ ഒരു ബോധ്യം വേണം. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചത് കർത്താവിൻ്റെ മഹിമ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്നെ എഴുന്നേൽപ്പിച്ചത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതമായാലും നമ്മുടെ ജോലിയായാലും നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളായാലും ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ച കർത്താവിന് കൈകൾ ഉയർത്തി സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഉറങ്ങാതെ, അമ്മേൻ ഉറക്കം തൂങ്ങാതെ നമ്മളെ കാവൽ ചെയ്തില്ലേ കഴിഞ്ഞ രാത്രിയിൽ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ, അതിന് കർത്താവിന് നന്ദി പറഞ്ഞേ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തു യേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇത് കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല ദിവസമാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ക്രിസ്തു യേശുവിൽ ജയാളികളാകിയാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ സകലതും ഞങ്ങൾക്ക് അനുകൂലമായി ആമേൻ യേശു ക്രിസ്തു മുഖാന്തരം തീർന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ യേശു ക്രിസ്തു മുഖാന്തരം ആരോഗ്യവും ആയുസ്സും സൗഖ്യവും സമാധാനവും ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. ആമേൻ ആമേൻ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സങ്കീർത്തനക്കാരൻ 116-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 12-ാമത്തെ വാക്യം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ കർത്താവിന് എന്തു പകരം കൊടുക്കും? യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ കർത്താവിൻ്റെ സകല ജനവും കാണുക ഞാൻ കഴിക്കും. 17-ാമത്തെ വാക്യം, ഞാൻ കർത്താവിന് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ആമേൻ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവേ, ഈ മാസത്തിൻ്റെ അവസാന ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, അങ്ങേ മഹിമപ്പെടുത്തുവാൻ തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഈ ഒരു മാസമായി അവർ ആഗ്രഹിച്ച ചില വിഷയങ്ങളുണ്ട്, അവർ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ട്. അതിന്മേൽ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശനിയാഴ്ച പകൽക്കാലം അത്ഭുതം സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അങ്ങ് തുറക്കുന്നതിന് പരിമിതികളില്ല. അങ്ങ് തുറക്കുന്നതിന് ആമേൻ കാലങ്ങളോ സമയങ്ങളോ വ്യത്യാസമില്ല. യേശുവിൻ നാമത്തിൽ ഇന്ന് ചില പുതിയ വഴികൾ തുറന്നു വരട്ടെ. ഇന്ന് ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ഉണ്ടാകട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ആ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ വിടുവിക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ അഡ്മിഷനുകൾ അത്ഭുതകരമായി ഇന്ന് പകൽക്കാലം നടക്കട്ടെ. സാമ്പത്തികമായ ബിസിനസ് ചെയ്യുന്നവർ അതിനകത്ത് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വലിയ മഹിമ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. വഴി കാട്ടിയായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. നാളെ നടക്കുവാനുള്ള സ്തോത്ര പ്രാർത്ഥനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ സെപ്റ്റംബർ മാസം 1-ാം തീയതി ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ പ്രാർത്ഥന, സ്തോത്ര പ്രാർത്ഥനയുണ്ട്. ആമേൻ. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കും. സ്തോത്ര പ്രാർത്ഥനയിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാകുക. 2 ഉദ്ദേശത്തോടു കൂടിയാണ്. ഒന്ന്, 8 മാസം നടത്തിയ കർത്താവിന് സ്തോത്രം.
9ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവിനെ ആരാധിച്ച് പ്രവേശിക്കുവാൻ വേണ്ടിയാണ് ആ സ്തോത്ര പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. കാരണം പുതിയ മാസം അനുഗ്രഹമായി തീരുവാനും പോയ മാസങ്ങളിൽ ദൈവം നടത്തിയതിന് നമുക്ക് നന്ദി പറയുവാനുള്ള സമയമാണ്. ഈ പ്രാർത്ഥനാ മാസത്തിൻ്റെ ഈ 31ാമത്തെ ദിവസം ആമേൻ, ഈ പ്രെയർ ഓഫ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന എന്ന ഒരു ഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ ആമേൻ, അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. അത് ഭയങ്കര ശക്തിമത്തായ ഒരു പ്രാർത്ഥനയാണ്. ആമേൻ, ഇതൊരു ശാശ്വതകരമായ ഇറ്റേണൽ ട്രൂത്താണ്. സ്വർഗത്തിൽ എഴുതപ്പെട്ടു വെച്ചിരിക്കുന്ന ഒരു സത്യമാണ് ഇത്. അതായത് നിങ്ങൾ ഭൂമിയിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യം. നിങ്ങൾ 2 പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാലെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ 2 പേർ ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ 2 പേർ ഒരു സഭാഹോളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ആമേൻ, നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ 2 പേർ ചോദിക്കുന്ന കാര്യത്തിൽ എന്തുണ്ടാകണം? സിംഫണിയിൽ അല്ലെങ്കിൽ ഐക്യതപ്പെടണം. ചോദിച്ചാൽ അത് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ആമേൻ, അതിനെന്ത് ചെയ്യും? ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു അപ്പനും അമ്മയും മകനും ഉണ്ടെന്ന് വെച്ചു. ഈ മകന് വേണ്ടി അപ്പനും അമ്മയും മകനും വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ 12ാം ക്ലാസ് കഴിഞ്ഞു. 12ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത കോഴ്സ് എന്ത് വേണമെന്ന് ആലോചിക്കുമ്പോൾ അമ്മയുടെ ആഗ്രഹം ഇവൻ ഡോക്ടറാകണം, അപ്പൻ്റെ ആഗ്രഹം ഇവൻ എഞ്ചിനീയർ ആകണം, 3ാമത്തെ മകൻ്റെ ആഗ്രഹം അവനൊരു മിഷണറി ആകണം. അമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, കർത്താവേ എൻ്റെ മകനെ ഡോക്ടറാക്കണമേ. അപ്പൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എൻ്റെ മകനെ ഡോക്ടറാക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം. മകൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എനിക്കൊരു മിഷണറി ആയി പോകണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 3 പേരും 3 പ്രാർത്ഥനകളാണ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതിൽ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് കൺഫ്യൂഷനായി. കർത്താവ് ചോദിക്കും, അപ്പൻ്റെ പ്രാർത്ഥന കേൾക്കണോ, അമ്മയുടെ പ്രാർത്ഥന കേൾക്കണോ, അതോ മകൻ്റെ പ്രാർത്ഥന കേൾക്കണം? ഇങ്ങനല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഏത് കാര്യത്തിലെങ്കിലും ഐക്യമത്യപ്പെട്ടാൽ, ഒറ്റ ലക്ഷ്യത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ ആമേൻ, അപ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക, അല്ലെങ്കിൽ ഒരു ഐക്യതയിൽ വരിക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. കുടുംബത്തിലാണ് ഏറ്റവും പ്രധാനമായി ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന നടത്തുവാൻ, അല്ലെങ്കിൽ ഈ ശക്തമായ പ്രാർത്ഥനയ്ക്കുള്ള സാഹചര്യം. നിങ്ങൾ കുടുംബമായിട്ട് പായിട്ടിരുന്നിട്ട് അവൻ നിങ്ങൾ ഒരുമിച്ച് പറയണം, നമുക്ക് ഇന്ന വിഷയത്തിന് വേണ്ടി നമുക്ക് ഐക്യമത്യപ്പെടാം. നമ്മുടെ ആഗ്രഹം ഇതാണ്. അപ്പൻ പറയുന്നു, അല്ലെ അമ്മ പറയുന്നു, അല്ലെങ്കിൽ മകൻ പറയുന്നു, മകൾ പറയുന്നു. എന്നിട്ട് ഒരുമിച്ച് കൈകോർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒറ്റ ലക്ഷ്യം, നിങ്ങൾ കാണുന്നത് ഒരൊറ്റ കാര്യം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരൊറ്റ കാര്യം, നിങ്ങൾ ആമേൻ കർത്താവിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ആ ഒറ്റ കാര്യം വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ വീടിനകത്ത് ആ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഇതുതന്നെയായിരിക്കണം സഭയ്ക്കകത്ത് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു അഭിഷക്തൻ വിളിച്ചു പറയുക, നമുക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സമയത്ത് വേറൊരാൾ വേറൊരു കാര്യം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, വേറൊരാൾ വേറൊരു കാര്യം വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒരുമനപ്പെട്ട് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന ഐക്യമത്യപ്പെട്ട പ്രാർത്ഥനയായി തീരും. 2 പേരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഷെയർ ചെയ്യുക, പറയുക, നമുക്ക് ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ മാസം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ പുതിയ ഹാബിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റായിട്ട് തുടരുക. എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കാണുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച ആ സമയങ്ങൾ കുറയ്ക്കരുത്. മുന്നോട്ട് അതേപോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും. അന്യഭാഷയിലുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ മാസങ്ങളിൽ നമ്മൾ പഠിച്ചു. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.